ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജസിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. ഇന്ന് സാമ്പത്തിക മാന്ദ്യം എന്നൊരു വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എൻ്റെ രണ്ടാം ഭാഗമാണ്. അതിൻ്റെ പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സമർത്ഥിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന അഭ്യർത്ഥനയോടുകൂടി ഇത് തുടങ്ങുകയാണ്. ഞാൻ ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന വിഷയത്തെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇതറിയാവുന്നവർ ഇത് കാണണ്ട എന്നാണ് എൻ്റെ പക്ഷം. കണ്ടിട്ട് കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത് കാണാതിരിക്കുകയാണ്. പിന്നെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് കമൻറ്റ് ബോക്സിൽ ഇടുന്നതിന് എനിക്ക് യാതൊരു കുറവുമില്ല. ഇന്നെൻ്റെ മുമ്പിൽ മറ്റു വന്നിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യത്തിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഞാനൊരു മാനേജറുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ അല്ലെങ്കിൽ വെസ്റ്റേണിൽ നിന്ന് വരുന്ന പൈസ, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പൈസകളൊക്കെ വളരെ ഗണ്യമായി കുറഞ്ഞു. പണ്ടത്തെക്കാളെ 50% പോലും ഇപ്പോൾ പൈസ ബാങ്കിലേക്ക് വരുന്നില്ല. ബാങ്കിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് കൊടുക്കണമെങ്കിൽ അത്രത്തോളം എമൗണ്ട് വരുന്നില്ല ഇപ്പോൾ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എയിൽ ആൾക്കാരുടെ തൊഴിൽ സാധ്യത വളരെ കുറഞ്ഞു. എല്ലാവരും യു എക്ക് പോകാനായിട്ട് തുടങ്ങി. 20-15 വർഷം മുമ്പ് പോയവരൊക്കെ വളരെയധികം പൈസ ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് ഇന്ന് പോയവർക്ക് അങ്ങോട്ടുള്ള വണ്ടിക്കൂലി ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലിയും എടുത്തിട്ട് ബാക്കി തുച്ഛമായ പൈസ മാത്രമേ വരുമാനമുള്ളൂ. പഴയതുപോലെ വരുമാനമില്ല എന്നുള്ള വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അത് ഗൾഫിൽ പോയവർക്ക് അറിയാം. അവരുടെ ഹസ്ബൻഡ്സൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്നവർ ഇപ്പോഴും നല്ല ശമ്പളം വാങ്ങിക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പം ഇവിടുത്തെ ശമ്പളം അവിടുത്തെ ശമ്പളം ഏതാണ്ട് സെയിമായി. മാത്രമല്ല സൗദിയിൽ ഇപ്പോൾ വളരെ റെസ്ട്രിക്ഷൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ സൗദിയിൽ പലയിടത്തും വിശദ കൊടുക്കുന്നില്ല. പലയിടത്തും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മുടെ വിചാരം എന്താണെന്ന് അറിയാം, അവിടെ സ്വർഗമാണെന്നാണ്. പക്ഷേ നമ്മൾ ജനിച്ച നാടാണ് നമ്മുടെ വലുത്. അത്രയും പൈസ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അതിൻ്റെ പകുതി പോലും വരുന്നില്ല. ഇവരെല്ലാം യുകെയിലേക്ക് പോവുകയാണ്, കുടിയേറി പാർക്കാനായിട്ട് യുകെയിൽ പോവുകയാണ്. അവിടെ അടിയും ബഹളവും ഒക്കെയാണ്. യുകെയിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടുന്ന് പൈസ അയക്കണമെങ്കിൽ അവിടുത്തെ ടാക്സ് കൊടുക്കണം. അത് മാത്രമല്ല, ഇവിടെ 40 ലക്ഷത്തിനൊരു വീട് കിട്ടണമെങ്കിൽ അവിടുത്തെ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ 4 കോടി രൂപയുടെ കൊടുക്കണം. വിദ്യാഭ്യാസ ചിലവ് വളരെയധികമാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരു സ്വർഗമാണ്, പക്ഷെ സ്വർഗം നമുക്കല്ല. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം എന്താണ് സ്വർഗമെന്നുള്ളത്. അപ്പോൾ അവിടുന്ന് പൈസ അയക്കാനായിട്ട് പറ്റത്തില്ല. അമേരിക്കയിൽ പോകുന്നവർക്ക് ഇങ്ങോട്ട് പൈസ അയക്കണമെന്നായിട്ട് ഗവൺമെൻറ് ഒരുപാട് നിർബന്ധം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപിൻ്റെ ഭരണകാലത്ത് അതിന് വളരെയധികം നിർബന്ധം പിടിക്കുകയാണ്. കുടിയേറ്റ വിസകൾക്കൊക്കെ വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ചിലരൊക്കെ തിരിച്ച് വരേണ്ടി വരും. കാനഡ ഇരുന്നിടാൻ ചിലരൊക്കെ തിരിച്ച് വരേണ്ടി വരും. ഇവിടുന്ന് പൈസ മുടക്കി, ഇവിടുന്ന് ബാങ്കിൽ ഇത്രയും പൈസ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ച് അവിടെ ജോലി നേടിയിട്ട് ഈ പൈസകളെല്ലാം അവിടെ പോയി, ചൈനയിൽ പോയി മെഡിക്കൽ പഠനത്തിനായിട്ട് അവിടെ പൈസ കൊടുത്ത് അവർ വളർന്നപ്പോൾ ഇവിടെ തളർന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. 100 കണക്കിന് മെഡിക്കൽ കോളേജുകൾ ചൈനയിലും മറ്റു സ്ഥലങ്ങളിലും വരാൻ തുടങ്ങി. ഏറ്റവും സ്റ്റാൻഡേർഡ് കുറഞ്ഞായിട്ടുള്ള സ്ഥാപനങ്ങൾ വരാനായിട്ട് തുടങ്ങി.
അതിൽ നിന്ന് ഒരു പൈസ പോലും നമുക്ക് ലഭ്യമല്ല. മാത്രമല്ല ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വളരെയധികം വർദ്ധിച്ചു. ഡോക്ടർമാർ ഒരുപാട് പുറത്ത് വന്നു, എഞ്ചിനീയർമാർ ഒരുപാട് പുറത്ത് വന്നു, ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് പുറത്ത് വന്നു. എന്തിന് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ജോലി പോലെ ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇന്തോനേഷ്യ, മലേഷ്യയിലൊക്കെ പോയാണ് ഇപ്പോൾ ജോലി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. 2001 ഞാനിവിടെ വരുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സ് 1-2 പേരെ ഉള്ളായിരുന്നുള്ളൂ. ഇന്ന് എത്രയോ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഈ കൊട്ടാരക്കരയിലുണ്ട്. പണത്തിൻ്റെ ലഭ്യത, സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന സാമ്പത്തിക മാന്ദ്യം വളരെ വാസ്തവമായിട്ട് ഇന്നും അവശേഷിച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു വലിയ സത്യം. മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പ് എന്നൊരു പദ്ധതിയുണ്ട്. ഏതാണ്ട് 310 രൂപയാണ് ദിവസം ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം 300 ജോലി അവർക്ക് ചെയ്യാം. അവർ 15 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 4500 രൂപ എന്തെങ്കിലും നാളെ കൊടുക്കും. എന്നാൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഭർത്താക്കന്മാരെന്ത് ചെയ്യുന്നു? അവരുടെ ഭർത്താക്കന്മാർ വെള്ളമടിച്ച്, കഞ്ചാവ് വലിച്ച്, ചരസ് വലിച്ച്, MDM കഴിച്ച് വീട്ടിൽ കുത്തി കടന്നുറങ്ങുന്നു. ഒരുത്തനെ തെങ്ങിനെ വിളിച്ചകത്ത് കിട്ടത്തില്ല, ഒരുത്തനെ റബ്ബർ പിടിക്കുക അടുത്ത് വിളിക്കത്തില്ല. ഇതുകൊണ്ട് സാമ്പത്തികമായിട്ട് നമ്മുടെ ജോലി ചെയ്യാനുള്ള, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ജോലി ചെയ്യാനുള്ള മടി കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള രംഗത്ത് നമ്മൾ താഴോട്ട് പോവുകയാണ്. നമ്മുടെ GDP കുറയുകയാണ്. പിന്നെ മറ്റൊരു കാര്യം റബ്ബറിൻ്റെ വിലയാണ്. റബ്ബറിൻ്റെ വില ഈ അടുത്ത കാലത്താണ് കൂട്ടിയത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലെയും ഗവൺമെൻറ്റിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇതിൻ്റെ വില കുറഞ്ഞു. കാരണം പല സ്ഥലങ്ങളും ഇന്തോനേഷ്യ, മലേഷ്യ, ഇങ്ങനെയുള്ള ചൈന, പല സ്ഥലങ്ങളിൽ നിന്ന് റബ്ബർ ഇഷ്ടം പോലെ വരാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കും ഇവിടുത്തെ പ്രൊഡക്ഷൻ്റെ പൈസ കുറഞ്ഞു. 240, 250 രൂപ വരെ വന്നിട്ടുള്ളതിന് 180 രൂപ വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റബ്ബർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു നഷ്ടമല്ല. പക്ഷേ എങ്കിലും പഴയ ലാഭം അവർക്ക് കിട്ടുന്നില്ല. തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള കൂലി മാത്രമേ കിട്ടുന്നുള്ളൂ. ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ കശുമാവ് എന്ന് പറയുന്നൊരു കൃഷി ഇന്ന് ഇല്ല. ഞാൻ താമസിക്കുന്ന തോട്ടമുക്കിലാണ്. എന്നാൽ ഈ തോട്ടമുക്കിൽ കുറച്ച് കശുമാണ്ടിയും കശുമാവും ഒക്കെ ഉണ്ട്. കൃഷി വകുപ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര കശുവണ്ടി ഫാക്ടറികൾ, 90% കശുവണ്ടി ഫാക്ടറികൾ അടഞ്ഞു കിടക്കാണ്. അതുകൊണ്ട് അവരുടെ കയ്യിൽ പൈസയില്ല. അവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ വാതിക്കലിരിക്കുന്ന കച്ചവടക്കാരുടെ കയ്യിൽ പൈസ വരത്തുള്ളൂ. കയ്യിൽ വിറ്റ്, അല്ലെങ്കിൽ മുറുക്കാനും വിറ്റ്, അല്ലെങ്കിൽ സാമ്പ്രാണി വിറ്റ്, അല്ലെങ്കിൽ കയ്യിൽ വിറ്റ്, അല്ലെങ്കിൽ പാവാട വിറ്റ് ഒക്കെ അവരെ ജീവിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അതെല്ലാം പൂട്ടി വെച്ചിരിക്കുകയാണ്. കയർ മേഖലയെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. അതെല്ലാം അടച്ചുപൂട്ടി, അടച്ചുപൂട്ടി. ഏതാണ്ട് വ്യവസായം എന്ന് പറയുന്ന സാധനങ്ങൾ ഇല്ല. എങ്ങനെയാണ് പൈസ ഉണ്ടാവുന്നത്? കഠിനമായ അധ്വാനങ്ങൾ കൊണ്ട് മാത്രമേ പൈസകൾ ഉണ്ടാവത്തുള്ളൂ. ചൈന പോലുള്ള രാജ്യങ്ങൾ പോലെ കഠിനമായി അധ്വാനിച്ച് പുതിയത് കണ്ടുപിടിച്ച് വാനോളം ഉയരണമെങ്കിൽ നമ്മൾ കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളത് പ്രിയ സുഹൃത്തുക്കളെ ഓർക്കണമേ എന്ന് ചേർക്കുന്നു. ഇല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗം കിട്ടണം. അപ്പോൾ പിന്നെ കോവിഡിൻ്റെ സമയത്തുള്ള പൈസയും കിട്ടും, പെൻഷൻ്റെ ജീവിതം മുഴുവൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. ഈ വെള്ളപ്പൊക്കം, അതുപോലെ കോവിഡ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വന്നതിലുള്ള സമയത്ത് സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ ഞെരുക്കങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഒരു തുണിക്കട 10 തുണിക്കട വേണ്ടിടത്ത് 100 തുണിക്കടയായി. ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവർ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ച് അടയ്ക്കാൻ കഴിയാതെ കടന്ന് വലഞ്ഞ് എത്രയോ പേര് ദിവസങ്ങൾ തോറും ആത്മഹത്യ ചെയ്ത് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. വീട് ജപ്തി ചെയ്യാൻ വരുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് പുതിയ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നാലും അടയ്ക്കേണ്ടത് അടച്ചല്ലേ പറ്റത്തുള്ളൂ. 10% പലിശയായിരിക്കും, അല്ലെങ്കിൽ 12% പലിശയായിരിക്കും, 15%, 20% ഒക്കെ പലിശകൾ വരുന്നിടത്തുനിന്ന് പലിശയെടുത്ത് വീടൊക്കെ പണിത് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു കൊടുക്കാൻ അടക്കമില്ലാതെ ജനങ്ങൾ അനേകർ ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ ആത്മഹത്യയെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ഇറക്കിയിരുന്നു. അതൊന്നും വേണ്ട പ്രാധാന്യം കൊടുത്ത് കാണില്ല. ഇന്നും ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി ജീവിക്കുന്നതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ പല കുറവുകളുമാണ് ഈ സാമ്പത്തിക മാധ്യമത്തിലേക്ക് ഇന്നത്തെ ജനത്തെ നയിക്കുന്നത്. പള്ളിയിൽ നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്റർമാർക്കുള്ള വരുമാനം കുറഞ്ഞു. ആരും ദശാംശം ഇടുന്നില്ല. അവരുടെ മൊറാലിറ്റി തീർന്നു.
ഇങ്ങനെ പല കാര്യങ്ങൾ, കയർ മേഖലകൾ തകർന്ന് തലിപ്പണമായി. പിന്നെ ആൾക്കാർക്ക് ജോലി എവിടെ? ഉള്ളവർ തന്നെ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കുക. പിടിച്ചുപറി വർദ്ധിച്ചു, അടിച്ചുമാറ്റൽ വർദ്ധിച്ചു. പണ്ട് അടിച്ചുമാറ്റലും മോഷണമായിരുന്നു പ്രധാനമെങ്കിൽ ഒരു കൈലി തൂക്കിയിട്ടാൽ, പാൻസ് തൂക്കിയിട്ടാൽ അത് എടുത്തുകൊണ്ട് പോകും. ഇന്നാര് കൊണ്ടുപോകും? ഇന്നാർക്കും കൈലിയും പഴങ്കല്ലിയും സാരിയും ഒന്നും വേണ്ട. അവർക്ക് ഗോൾഡ് വേണം, അല്ലെങ്കിൽ പൈസ വേണം. അതുകൊണ്ടാണ് ഒരുപാട് സ്കാം വർദ്ധിച്ചത്. OTP ഒക്കെ ചോദിച്ചുകൊണ്ട് ബാങ്കിൽ നിന്നൊക്കെ വരുന്നു. ഇത് യഥാർത്ഥ ബാങ്ക് അല്ല. ഇവിടെ ഞെക്കൂ അവിടെ ഞെക്കൂ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ ഞെക്കിയാൽ നിന്റെ പൈസ അവിടുന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകും. നീ പട്ടിണിയാവും. നീ പട്ടിണിയാകുമ്പോൾ വേറൊരു ആൾ നന്നാവും. അത് ഇന്ത്യക്കാരനായിരിക്കണമെന്നില്ല, നൈജീരിയക്കാരനായിരിക്കും. സൈബർ കുറ്റവാളികൾ. ഇന്നലത്തെ സാമ്പത്തിക ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനിയും പറയാനുണ്ട്. വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് കാണാം. ആരെങ്കിലും എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.